തമ്പുരാട്ടി, ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. എന്റെ പെരിങ്ങോട്ടുകര ദേവരെ, അവസാനം എന്റെ പ്രാർത്ഥന നീ കേട്ടു. സുജാതെ, ഞാൻ എന്തെങ്കിലും അരുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അയ്യോ, അങ്ങനൊന്നും പറയില്ലേ. മനസ്സുരുകി വിളിച്ച തേവര് വിളി കേൾക്കാതിരിക്കൂ. തമ്പുരാട്ടി, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. മോളിങ്ങ വാ. എന്റെ മോക്ക് നല്ല മനസ്സാ. അത് കാണാനുള്ള ശേഷി ഈശ്വരൻ എനിക്ക് തന്നില്ല. തന്നിരുന്നെങ്കിൽ എന്റെ മോൻ പോകില്ലായിരുന്നു. അവന്റെ മനസ്സിൽ തീ കോരിയിട്ടത് ഞാനാ. ആ വിഷമത്തോടെ എന്റെ പൊന്നുമോൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവൻ വരും, അവൻ തീർച്ചയായിട്ടും വരും. അല്ലേ മോളെ? ഇങ്ങനെ പ്രയാസപ്പെടാതെ തമ്പുരാട്ടി, സുഖമില്ലാത്തതല്ലേ? മനസ്സിന്ന് വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞ പോലെ എന്റെ തേവര്. ഞാനൊരു കാര്യം ചോദിച്ച സുജാത കേൾക്കോ? എന്താണോ? വിരോധമില്ലെങ്കിൽ ഗായത്രി മോളെ 1-2 ദിവസം എന്റെ കൂടെ. തനിക്ക് പശുവിനെ വാങ്ങാൻ ഞാൻ ലോൺ തന്നു. താൻ തൊഴുത്തടക്കം വിറ്റ് വെള്ളം ഒടിച്ചു. കഴിഞ്ഞ വർഷം വീട് വെക്കാൻ 60,000 രൂപ തന്നു. താൻ വീട് സ്ഥലവും വിറ്റ് ഡെറാഡൂണിലേക്ക് ഉല്ലാസയാത്ര പോയി. എന്നിട്ട് വീണ്ടും നടക്ക ലോണെന്നും പറഞ്ഞു. തനിക്ക് ലോണുമില്ല, ഒരു കോണാനുമില്ല. കടന്നു പോണ പുറത്ത്. അയ്യോ, എന്റെ പ്രസിഡന്റ്, കോണാനൊന്നും എനിക്ക് വേണ്ട. അത് അഴിച്ചിട്ടുള്ള പരിപാടിക്ക് ഒരു കക്കൂസിനുള്ള ലോണെങ്കിലും എനിക്കും എന്റെ കുടുംബത്തിന് സാറ് തരണം. അത്രയ്ക്ക് മോശമാണ് ഞങ്ങളുടെ സ്ഥിതി. പഞ്ചായത്തിൽ നിന്ന് അതിനും ഇതിനും ഒന്നും പറഞ്ഞ് ലോണും തരപ്പെടുത്തി ആ കാശ് കൊണ്ട് മൂക്കുമുട്ട തിന്നിട്ട് അത് തൂറിക്കളയാൻ കക്കൂസിനും പഞ്ചായത്ത് ലോൺ തരണോടോ? താൻ വല്ല പാറപ്പുറത്ത് വരുന്ന കാര്യം സാധിക്കും. അവന്റെ ഒരു ചക്കൂസ്. സാറധികം പറയൊന്നും വേണ്ട, തെരഞ്ഞെടുപ്പാ വരുന്നേ. ഭീഷണിയാന്നോ? ആണെങ്കിൽ താന്നെ ഞൊട്ടും. ഈ പഞ്ചായത്തിലെ 90% വോട്ടും ഈ RPയുടെ പേരിൽ ബാങ്കിലിട്ടിരിക്കുന്ന പോലെയാ. റേഷൻ കാർഡ് പോലും പണയപ്പെടുത്തി ഇറക്കുന്ന തന്റെ വോട്ടൊന്നും വേണ്ട എനിക്ക് ജയിക്കാൻ. ഇറങ്ങിപ്പോടൂ. തൽക്കാലം ഞാൻ പോകുന്നു. ഇനി എപ്പ വരണം? ഇനി ഇങ്ങോട്ട് വരണ്ട. ലോണ് പോടോ. ടൂറ് കൊണ്ടുപോകാഞ്ഞിട്ടായിരിക്കും തുള്ളപ്പനി. പ്രസിഡന്റ് സാറേ. മോള് വാ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയി പോയാൽ ആരെയൊക്കെ സഹിക്കണം, എന്തിനെയൊക്കെ സഹിക്കണം. മോളിരിക്കേ. വാഴങ്കോവിലടുത്തേക്ക് വന്നു അല്ലേ? നന്നായി. ഇതോടെ ഭദ്രൻ തമ്പുരാന്റെ കളി അവസാനിക്കും. അതിനുള്ള വെടിമരുന്നല്ലേ എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് 977 ചാത്തോത്ത ഗോവിന്ദൻകുട്ടി നായർ പ്രസിഡന്റായിരുന്ന കാലത്തെ ഫയല. വാഴങ്കോവിലിടത്തിൽ ശേഖരൻ തമ്പുരാനും മുത്താറിക്കാലയിൽ സുജാതയും തമ്മിൽ വിവാഹിതരായതിന്റെ ഔദ്യോഗിക രേഖ. സത്യം പറയാലോ, ഉറക്കത്തിൽ ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ ഭാര്യയുടെ കഴുത്തിന് പിടിച്ച് ചെക്കിയിട്ടുണ്ട്. ഇതാരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന സ്വപ്നം കണ്ടിട്ട്. എത്രയും പെട്ടെന്ന് ഇത് അഡ്വക്കേറ്റ് സതീദേവി ഏൽപ്പിക്കണം. ഇത് വെച്ച് കോടതിയിൽ 2 ആല കലക്കിയാൽ ഭദ്രൻ തമ്പുരാൻ കുറ്റിയും പറിച്ചോടും. കേസ് എപ്പ ജയിച്ചു എന്ന് ചോദിച്ചാൽ മതി. വളരെ ഉപകാരം. ഈ RP ആക്കിയ ശേഖരൻ തമ്പുരാനോടുള്ള കടപ്പാട് ഇങ്ങനെയെങ്കിലും നിറവേറ്റാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മോള് പോയിട്ട് വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എല്ലാം നന്നായി വരും. മോളെ, ഒന്ന് കരുതലോടുകൂടി ഇരുന്നോണം.